ഹായ് എല്ലാവർക്കും എന്നോട് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മളിന്ന് വന്നിരിക്കുന്നത് സെപ്റ്റംബർ മാസത്തിലെ ജോലി സാധ്യതകളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോ നമ്മുടെ ചാനലിന്റെ പേര് ലേണിനോ ജോബ് ആൻഡ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ്. വൈ ആസ്ക് യു ടു സബ്സ്ക്രൈബ്? ബിക്കോസ് നമ്മൾ ഡെയിലി അക്കാദമിക് അപ്ഡേറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നു, ഡെയിലി ജോബ് അപ്ഡേറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നു. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടമായിരിക്കും. ഓക്കെ, 10ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ പഠിക്കുക, അല്ല ജോലിക്ക് പോകാൻ എനിക്ക് ചെറിയ പ്രായത്തിൽ തന്നെ ജോലി ചെയ്ത് ജീവിക്കണമെന്ന് താല്പര്യമുള്ളവരെങ്കിൽ അവർക്കുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ, അതായത് 10ാം ക്ലാസ് പാസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 10ാം ക്ലാസ് മാത്രം മതി, ഈ ജോലി നിങ്ങൾക്കുള്ളതാണ് എന്ന് പറയുന്ന ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് മക്കളെ, നമ്മൾ അറിയാഞ്ഞിട്ടാണ്. അപ്പൊ അതിനെ കുറിച്ചെല്ലാം നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇന്ന് നോക്കാൻ പോകുന്നത് IB-യില് വീണ്ടും കണ്ടോ, ഈ ഒരു മാസം തന്നെ ഓഗസ്റ്റ് അതുപോലെ തന്നെ സെപ്റ്റംബർ മാസമായിട്ട് തന്നെ IB-യിൽ മൂന്നാമത്തെ പ്രാവശ്യമാണ് വാക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ചാനലിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇതില് IB-യിൽ 455 വാക്കൻസീസ് സെക്യൂരിറ്റി അസിസ്റ്റന്റ് വാക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ ഇന്റലിജൻസ് ബ്യൂറോയുടെ സബ്സിഡിയറിലെ സെക്യൂരിറ്റി അസിസ്റ്റന്റ് മോട്ടോർ ട്രാൻസ്പോർട്ട് ആണ് കേട്ടോ. മോട്ടോർ ട്രാൻസ്പോർട്ട് ആണ്. സോ 10ാം ക്ലാസ് മതിയാകും, എന്നാൽ വണ്ടി ഓടിക്കാൻ അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. തസ്തികയിൽ 455 വേക്കൻസീസ് ഉണ്ട്. നേരിട്ടുള്ള നിയമനമാണ് നടക്കാനായിട്ട് പോകുന്നത്. തിരുവനന്തപുരം ഉൾപ്പെട്ട സബ്സിഡിയറി ഇന്റലിജൻസ് ബ്യൂറോയിൽ SIB 9 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ കണ്ടോ, 10ാം ക്ലാസ് മതി. 10ാം ക്ലാസ് മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ LMV ഡ്രൈവിംഗ് ലൈസൻസ് വേണം. മോട്ടോർ മെക്കാനിസത്തിൽ അറിവുണ്ടായിരിക്കണം. 1 വർഷത്തെ ഡ്രൈവിംഗ് പരിചയം വേണം എന്നും പറഞ്ഞിട്ടുണ്ട്. 1 ഇയർ ഓഫ് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് വേണം. അപേക്ഷിക്കേണ്ട സംസ്ഥാനത്തെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക്, 10ാം ക്ലാസ് മാത്രമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതില് പിന്നെ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 28 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓൺലൈൻ അപേക്ഷ സെപ്റ്റംബർ 28 വരെയാണ്. ഏജ് ലിമിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഏജ് ലിമിറ്റ് ഉണ്ട് കേട്ടോ. അതിനെ കുറിച്ച് പറയാം. സാലറി സ്കെയില് സ്റ്റാർട്ടിംഗ് തന്നെ 21,700 ടു 69,100 രൂപ വരെയാണ് സാലറി സ്കെയില് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇനി ഫീസ്, ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ഫീസ് എന്ന് പറയുന്നത് ജനറൽ EWS OBC വിഭാഗക്കാരെ പുരുഷന്മാർക്ക് 650 രൂപയാണ് കേട്ടോ. ജനറൽ EWS ആൻഡ് OBC മെയിൽ കാൻഡിഡേറ്റ്സിന് 650 രൂപയാണ് വന്നിട്ടുള്ളത്. ഇനി 100 രൂപ ബാക്കി, അതായത് പരീക്ഷാ ഫീസ് 100 രൂപയും റിക്രൂട്ട്മെന്റ് പ്രോസസിംഗ് ചാർജ് 550 രൂപയുമാണ്. മറ്റുള്ളവർക്ക് റിക്രൂട്ട്മെന്റ് പ്രോസസിംഗ് ചാർജ് ആയിട്ടുള്ള 550 രൂപ മതിയായിരിക്കും. ഓൺലൈൻ ആയിട്ടും അതുപോലെ തന്നെ ഓഫ്ലൈൻ ആയിട്ടും ഫീസ് അടയ്ക്കാവുന്നതാണ് കേട്ടോ. ഫോർ അതേഴ്സ് റിക്രൂട്ട്മെന്റ് പ്രോസസിംഗ് ചാർജ് എന്ന് പറയുന്നത് 550 രൂപയാണ്. ജനറൽ EWS OBC മെയിൽ കാൻഡിഡേറ്റ്സിന് 650 രൂപയും അതുപോലെ തന്നെ ഫോർ അതേഴ്സ് റിക്രൂട്ട്മെന്റ് പ്രോസസിംഗ് ചാർജ് എന്ന് പറയുന്നത് 550 രൂപയാണ്. ഫീ ക്യാൻ ബി പെയ്ഡ് ഓൺലൈൻ ഓർ ഓഫ്ലൈൻ. ഓൺലൈൻ ആയിട്ടോ അല്ലെങ്കിൽ ഓഫ്ലൈൻ ആയിട്ടോ ഫീസ് അടയ്ക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഇന്റലിജൻസ് ബ്യൂറോയിൽ 455 സെക്യൂരിറ്റി അസിസ്റ്റന്റ് വാക്കൻസീസ് ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. അതിൽ 9 തിരുവനന്തപുരത്ത് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ യോഗ്യത 10ാം ക്ലാസ് ആണ്. LMV ഡ്രൈവിംഗ് ലൈസൻസ് വേണം. മോട്ടോർ മെക്കാനിസത്തിൽ അറിവുണ്ടായിരിക്കണം. 1 വർഷത്തെ ഡ്രൈവിംഗ് പരിചയം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലെ സെലക്ഷൻ ഏജ് ലിമിറ്റ് പറഞ്ഞില്ല അല്ലെ. ഏജ് ലിമിറ്റ് 18 ടു 27 വയസ്സ് വരെയാണ് കേട്ടോ. 18 വയസ്സ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 27 വയസ്സിനുള്ളിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഈ IB-യുടെ പൊതുവെ 27 ആണ് ഒരു ലിമിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ ഇപ്പോ OBC കാറ്റഗറി അങ്ങനെയുള്ളതാണെങ്കിൽ ആ സൈറ്റിൽ നോക്കിയാൽ മതിയാകും കേട്ടോ. അപ്പൊ ഇതിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്രൂ റിട്ടൺ എക്സാമിനേഷൻ ആണ്. റിട്ടൺ എക്സാമിനേഷനും അതുപോലെ തന്നെ എന്താണ് വരുന്നത്, മോട്ടോർ മെക്കാനിസം ടെസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. റിട്ടൺ എക്സാമിനേഷൻ ആദ്യം ഉണ്ടായിരിക്കും, എഴുത്ത് പരീക്ഷ ഉണ്ടായിരിക്കും, അതിനുശേഷം മോട്ടോർ മെക്കാനിസം ടെസ്റ്റ് ആൻഡ് ഇന്റർവ്യൂ, അത് രണ്ടും ഉണ്ടായിരിക്കുന്നതായിരിക്കും. അങ്ങനെയായിരിക്കും സെലക്ഷൻ ഉണ്ടായിരിക്കുന്നത്. കാര്യം ഇതെന്താണ്, മോട്ടോർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്കാണ്. അപ്പൊ 10ാം ക്ലാസ് മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ www.mha.gov.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. അല്ലെങ്കിൽ www.ncs.gov.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും കേട്ടോ. അപ്പൊ തിരുവനന്തപുരത്ത് അവസരമുണ്ട്. അവസാന തീയതി സെപ്റ്റംബർ 28 ആണ്. ഇന്റലിജൻസ് ബ്യൂറോയാണ്. ഇന്റലിജൻസ് ബ്യൂറോ പറയാൻ അറിയാലോ എന്താണ്, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ ഇന്റലിജൻസ് ബ്യൂറോയുടെ സബ്സിഡിയറി സെക്യൂരിറ്റി അസിസ്റ്റന്റ് മോട്ടോർ ട്രാൻസ്പോർട്ടിൽ 455 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 10ാം ക്ലാസ് മതി. ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. LMV ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ആയിട്ട് നമ്മൾ ഡെയിലി വരുന്നതായിരിക്കും.
ജോബ് അപ്ഡേറ്റ്സ് മാത്രമല്ല അക്കാദമിക് അപ്ഡേറ്റ്സും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്, അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.